അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ ബ്രൗൺ സർവകലാശാലയിൽ വെടിവെപ്പിൽ 2 മരണം, 8 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ആക്രമിയെ പിടികൂടാനായിട്ടില്ല. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. വിവരങ്ങളുമായി കാർത്തു ചേരുന്നുണ്ട്. കാർത്തു, അമേരിക്കയിലാണ് ഇപ്പോൾ വെടിവെപ്പിൽ 2 മരണമുണ്ടായിരിക്കുന്നത്. 8 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ അക്രമിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. വിവരങ്ങൾ എങ്ങനെയാണ്? അത് തന്നെയാണ് അരുണിമ പറയാനുള്ളത്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലെ റോഡ് ഐലൻഡിലെ ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാലയിലാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 മരണമാണ് ഈ സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ 8ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ളൊരു സാധ്യതയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത്. യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയ അക്രമി ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തുകയായിരുന്നു. ഈ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികളെല്ലാം തന്നെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ മറ്റൊരു വലിയ ദുരന്തത്തിൽ നിന്നാണ് ഇത് വഴിമാറിയത്. അതിനാൽ തന്നെയാണ് 8 പേർക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഇതിൽ മരണസംഖ്യ ഇനിയും ഉയരാനിടയാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വെടിവെപ്പ് ഉണ്ടായതിന് പിന്നാലെ തന്നെ ക്യാമ്പസിലുള്ള എല്ലാവരും പുറത്തേക്ക് രക്ഷപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തത്തിൽ നിന്നത് വഴിമാറുകയായിരുന്നു ചെയ്തത്. കൂടാതെ തന്നെ അക്രമിയെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. കറുത്ത വസ്ത്രം ധരിച്ച ഒരു പുരുഷനാണ് ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തിയതെന്നുള്ള ഒരു സൂചന മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ ഒരാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ ഇയാൾ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ വിട്ടയക്കുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഇയാൾക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇത്തരത്തിൽ ഇയാളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കൂടാതെ തന്നെ ഈ അക്രമിക്കായി വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് US-ൽ നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്ന വിവരം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ അവിടെ പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ ഇത്തരത്തിൽ യാതൊരു അക്രമ സംഭവവും അമേരിക്കയിൽ അല്ലെങ്കിൽ US-ന്റെ യൂണിവേഴ്സിറ്റികളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വീണ്ടും ഒരു അക്രമ ശ്രമം ഉണ്ടാകുന്നതും 2 പേരുടെ മരണത്തിനിടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു അക്രമത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നുവെന്നും അക്രമിയെ എത്രയും വേഗം പിടികൂടണമെന്ന അന്വേഷണ സംഘത്തിനടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെത്തിയ അക്രമി യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തിയത്. പുറത്തു നിന്നിരുന്ന വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇതിൽ യാതൊരു സ്ഥിരീകരണവും ലഭ്യമായിട്ടില്ല. ഏറ്റവും ഒടുവിൽ അറിയുന്നത് കണക്കനുസരിച്ച് 8 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഇത്തരത്തിൽ അക്രമി എത്തുകയും വെടിയുതിർക്കുകയും ചെയ്തത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഇത് വഴിമാറി പോവുകയായിരുന്നു. ശരി, വ്യക്തമാണ്. അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ ബ്രൗൺ സർവകലാശാലയിലാണ് വെടിവെപ്പിൽ 2 മരണം ഉണ്ടായിരിക്കുന്നത്. 8 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ അക്രമിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. വിവരങ്ങൾ നൽകിയത് കാർത്തുവാണ്.